അച്ഛന്റെ പേഴ്സാ. അച്ചൂട്ടാ, അകത്ത് വാടാ. കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കുന്നാല കെട്ടിപ്പാടി കെട്ടിപ്പൂടിടാ. ഓ കടവുളേ, സുഖസേട്ടൻ. എടി നിന്റെ അച്ഛൻ. ഹലോ. ഇല്ല ശിവേട്ട, കണ്ടില്ല. ഇന്ന് തന്നെ കാണണം. ആ ശരി, ആയിക്കോട്ടെ. പുതിയ എസ് ഐ കൊച്ചുപൈനല്ലേ, അതാ അതിന്റെ ഒരു ഇതുണ്ടാവും. 10-20 വർഷമായിട്ട് സ്റ്റേഷനിൽ ചായ കൊടുക്കുന്നത് ഞാനാ. ആ എന്നോട് പോലില്ല ഒരു മയം. പിന്നെ നിക്കടാ, നീ കണ്ടോ? ആ വഴിക്കാ പോയെ. 3-4 പേരുണ്ടാവും. എപ്പോ? കുറച്ചു മുമ്പ്. എടാവുന്ന പതുക്കെ പോടാ. ഹലോ, ശരി, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ വെയിറ്റ് ചെയ്യാം.
ചിലരെന്നെ വലിച്ചെറിയും, ചിലരെന്നെ കൂടെ കൂട്ടും. ഇവിടെ ഞാൻ വലിച്ചെറിയപ്പെട്ടതിന് ചില കാരണങ്ങളുണ്ട്. പാലുവണ്ടി വന്നു. പാലിന് ഇത്തിരി കുറവാ. എന്ന് ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഓ ചുമ്മാ വെള്ളവാ. ആ വലിയ ചെങ്കലവയും കൂടെ എടുത്തേ. ചേച്ചിയേ, ഊയ്. മീൻകറി പെണ്ണേ വീണൊന്ന് തായോ. നക്ക 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 നക്ക. സുഖേട്ടാ, സുഖേട്ടാ, ഈ വെള്ളം കൊള്ളത്തില്ലെന്നാ തോന്നണേ. നല്ല ചൊവയുണ്ട്. 2 ദിവസമായിട്ട് തെളിഞ്ഞിട്ടുമില്ല. പൈപ്പിന്റെ മുമ്പിൽ ക്യൂ ആയിരിക്കും, പോയി നോക്കാം. നീ ഒരു കട്ടൻ എടുത്തേ. വാ. നോക്കിയാ പോരാ, വെള്ളം കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. ആ നിക്കടെ അവിടെ മോനെ, ചെയ്യട്ടെ. നിക്കും മോനെ. സുഖേട്ടാ, സമയം പോണു. ദാ വരുന്നു. അതാ അച്ഛൻ വന്നു. നാളെ മുതൽ മോന് സ്കൂൾ ബസ് പറഞ്ഞിട്ടുണ്ടേ. അത് വേണോ? വേണം സുഖേട്ടാ, നമ്മുടെ മോന് സ്കൂൾ ബസ്സിൽ തന്നെ പോണം. വേണ്ട, എനിക്ക് അച്ഛൻ്റെ കൂടെ പോയാ മതി. അച്ചുട്ടാ, അത് നാളെയല്ലേ, നമുക്ക് നോക്കാം. അയ്യോ, പേഴ്സ് എടുത്തില്ല. മോളെ ആ പേഴ്സ് കൂടി എടുക്ക അച്ഛന്റെ. പോവാം. ആ എന്താ കേട്ടോ വിളിപ്പിച്ചേ? ആ വാസുകു, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇന്നലെ ഒരു പാർട്ടിക്ക് കൊടുത്തതാ, എന്തോ ഒരു കംപ്ലൈന്റ്. ആ വല്ല ലൂസ് കോണ്ടാക്ടോ മറ്റോ ആയിരിക്കും. നീ പൊയ്ക്കോ, നാളെ കാണാം. ശരി ചേട്ടാ. വയറിങ്ങിന്റെ പ്രശ്നമായിരിക്കും. വാറന്റി ഉള്ളതല്ലേ, കമ്പനിക്ക് തിരിച്ചു കൊടുത്തേക്ക്. ആ എവിടെയാ സുഖ പണി? അഹമ്മദ് കട വീട്ടിലായിരുന്നു, അത് കഴിഞ്ഞു. ശരി. ആ ശരി ശരി. പണിക്ക് ആളെ കിട്ടാനില്ല. ജോസേട്ടന്റെ പണിയാണെങ്കിൽ തീർന്നിട്ടുമില്ല. നിനക്ക് വല്ല ബംഗാളികൾ നോക്കിക്കൂടെ? ഇനിയിപ്പോ അതേ ഉള്ളു വഴി. അവരാകുമ്പോ പണിയെടുക്കുകയും ചെയ്യും, ശരിയാ, സമയത്ത് പണിയും തീരും. ഇവിടെ ഉള്ളവർക്ക് പണിയെടുക്കാൻ എവിടെയായിരുന്നു, കുടിക്കാനല്ലേ ഉള്ളൂ. അതെ അതെ അതെ. എനിക്കിവിടെ 2-3 കടയിൽ കയറാണ്. എന്നാ പിന്നെ കാണാം. ശരി, വൈകിട്ട് കാണാം. ആ ശരി. ആ സുഖവേ. ആ എന്താ ജോസേട്ടാ? ടൗണിലെ വീടിന്റെ പണി ഉടനെ തുടങ്ങണം. അടുത്ത മാസം മോൻ വരുന്നുണ്ട്. ഇപ്പോഴെങ്കിലും അവനത് തോന്നിയല്ലോ. പ്രായമായ പപ്പയെ തനിച്ചാക്കിയിട്ട് അവനവിടെ എന്ത് നേടാനാ?
അവനിനി തിരികെ പോന്നില്ലാന്ന്. വാർദ്ധക്യത്തിലെ ഏകാന്തത മരണതുല്യമാടോ. ആ, നീ വൈകിട്ട് വീട്ടിലേക്ക് വാ, കുറച്ച് അഡ്വാൻസ് തരാം. എന്നാ ശരി, വൈകിട്ട് കാണാം. ശരി ഏട്ടാ. എത്ര നേരം സ്കൂൾ വിട്ടിട്ട് എവിടെയായിരുന്നു നീ? അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ അമ്മു? അല്ല അമ്മേ, വെള്ളക്കാരുടെ സമരമായിരുന്നു. ടൗൺ നിറയെ പോലീസാ. നീ എന്താ കളിയാക്കുക? ഞാനും പഠിച്ചിട്ടുണ്ട്. 1947 വെള്ളക്കാര് ഇന്ത്യ വിട്ടു പോയത്. ആ വെള്ളക്കാരല്ല, വെള്ളം മൂറ്റുന്നവർക്കെതിരെയുള്ള സമരമാ. ആ അത് നീ തെളിച്ചു പറയണ്ടേ? അമ്മ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിലും ചരിത്രം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി മനസ്സിലായി. അല്ലെങ്കിലും സുഖമായിട്ടിന് പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കുന്ന ഒരു പതിവാ. മഞ്ജു, ഞാൻ ജോസേട്ടന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. വരുമ്പോ കുറച്ച് ചിക്കനും കൂടി വാങ്ങണേ. മോളുടെ കല്യാണക്കാരൊക്കെ എന്തായി? ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതൊക്കെ ശരിയാവും, ഏതെങ്കിലും ഒന്ന് ഒത്തുവരും. നോക്കാം. ആ ശരി, കാണാം. നീ ജോസേട്ടനെ കണ്ടോ? കണ്ടു. പെട്ടെന്ന് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അഡ്വാൻസും തന്നു. ഉടനെ തുടങ്ങണം. അതേതായാലും നന്നായി. തൽക്കാലം നിനക്കൊരാശ്വാസമായല്ലോ. ഞാൻ ടൗണിലേക്കാ, 1-2 കാര്യങ്ങളുണ്ട്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി, വന്നിട്ട് കാണാം. ആ ഒന്ന് ചുമ്മാതിരിക്കും, പിള്ളേരെങ്ങനെ കാണും. ഒരു നേരം കാലം ഇല്ലാതെ. പിള്ളേരുടെ ഒരു കാര്യം. സുഖേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ആ, എന്താ പറ. പൈസ കിട്ടിയില്ലേ? നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയാലോ? തുണി ഇലക്കി എന്റെ നടു ഒടിഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു സ്കൂട്ടർ വാങ്ങാം ഇൻസ്റ്റാൾമെന്റിന്. സുഖേട്ടാ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പറയുമ്പോ ഇങ്ങനെയാ ഒരു ഉറക്കം. മഞ്ജു, മഞ്ജു, ഇതാ ഇവിടെ ഉണ്ട് ചേച്ചി. സുഖം പിള്ളേരും ഒക്കെ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചൂടെ? സുഖേട്ടൻ പറഞ്ഞതാ വാങ്ങാന്ന്. ഞാൻ പറഞ്ഞു തുണി വൃത്തിയാവണമെങ്കിൽ നമ്മൾ തന്നെ അലക്കിയേ പറ്റൂ. വീടൊക്കെ ആയാ ഒരു വാഷിംഗ് മെഷീനൊക്കെ വേണ്ടേ? ഒന്ന് പറഞ്ഞാ മതി, ആ നിമിഷം വാങ്ങിത്തരും. സുഖേട്ടന് പൈസ ഒരു പ്രശ്നമല്ലല്ലോ. ചേച്ചിയുടെ മോൻ ഷോപ്പ് തുടങ്ങിയെന്ന് കേട്ടു. ആ, അവളുടെ കുറച്ച് സ്വർണം പണയം വെച്ച് ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാ. എത്ര കാലോ വല്ലോന്റെ കയ്യിൽ പണിയെടുക്കുന്നേ. ഭാര്യയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഷോപ്പ് തുടങ്ങാന്ന് വെച്ചാ അതൊക്കെ ഒരു കുറച്ചിലല്ലേ ചേച്ചി? എന്താ കുറച്ചില്? ഇതിനൊക്കെയല്ലേ സ്വർണം വെച്ചിരിക്കുന്നത്. ചാവുമ്പോ ആരെങ്കിലും കൊണ്ടുപോകും. അല്ല, സുഖനൊരു ഇലക്ട്രിക് ഷോപ്പൊക്കെ തുടങ്ങിക്കൂടെ? എന്റെ കയ്യിലുണ്ടല്ലോ സ്വർണം. എങ്കി പിന്നെ സുഖൻ ഇങ്ങനെ അലയണോ? ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വരാം. ചേച്ചിക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. ആ, ഞാൻ പൊയ്ക്കോളാം. അവളുടെ ഒരു പൊങ്ങച്ച. കല്യാണം കഴിഞ്ഞ് 10 ദിവസം തികയും മുമ്പേ സ്വർണ്ണം എടുത്ത് പണയം വെച്ച് ബിസിനസ് തുടങ്ങുന്നത്. ഞാനാണെങ്കിൽ ചാവാ കിടന്നാലും കൊടുക്കില്ല.
അയ്യോ പേഴ്സ് എടുത്തില്ല. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഗണേശന്റെ കയ്യിൽ പൈസ കൊടുത്തേക്കാം. സുഖു സാധനം കൊണ്ടുപോ, കൊണ്ടുപോയി പണി ചെയ്യേ. ആദ്യം പണി നടക്കട്ടെ. അത് വേണോ? ഞാനല്ലേ സുഖു പറയുന്നത്, കൊണ്ടുപോ, പോയി പണി ചെയ്യേ. ഡാ ഗണേശ, ഇത് ഞാൻ എടുത്തേ. ദാ. കുറച്ചു നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ട്. അതിങ്ങ എടുക്കൂ. അതിങ്ങടുത്തേ. ദാ. ഇത് വേണ്ട. ദാ അപ്പുറത്തിരിക്കുന്ന ദാ ആ നീല കളറിലെ ഇങ്ങെടുത്തേ. ദാ ഇതെത്രയാ? ഇതിന് 960. ഇതിന് 650 രൂപയേ ഉള്ളൂ. ഇത് മതിയമ്മേ. ഏയ് അത് വേണ്ട, അത് കൊള്ളത്തില്ല. ഇതും കൂടെ ഒന്ന് നോക്കിയേ. വേണ്ട വേണ്ട. അത് മതിയോ? എന്താ ഈ പേഴ്സ്? ഇതെന്റെ ചേട്ടന്റെ പേഴ്സാ. ഇറങ്ങാറായില്ലേ ചേച്ചി? ഇപ്പൊ ഇറങ്ങും. ഞാനും ഇറങ്ങുവാണേ. മഞ്ജു ഞാനും ഉണ്ട്. ആ ഇറങ്ങിയോ? ആ കാലത്ത് 8 മണിക്ക് നിപ്പ് തുടങ്ങിയതാ. ഇടുപ്പവേദന കൊണ്ട് വയ്യ. ഇതും പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ, ജീവിക്കണ്ടേ. ചേച്ചിയുടെ ഭർത്താവോ? ഓ ഇട്ടേച്ചു പോയി. മുഴുക്കുടിയാ. എന്നെയും പിള്ളേരെയും വല്ലാതെ ഉപദ്രവിക്കും. ഇപ്പൊ 4500 രൂപ കിട്ടും. പിള്ളേര് ഞാനും അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ എന്തായാലും ഒരു മനസ്സമാധാനം ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. മഞ്ജു, 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 നീ എന്റെ പേഴ്സ് കണ്ടോ? എന്തിനാ ഇപ്പൊ വന്ന ഉടനെ പേഴ്സ് അന്വേഷിക്കുന്നേ? ഇലക്ട്രിക് ഷോപ്പിൽ പോയി നാണം കിട്ടും. സാധനം വാങ്ങി പൈസ കൊടുക്കാൻ നോക്കും, പേഴ്സില്ല. ഓ അതിലെ പൈസ ഞാൻ എടുത്തു. ഞങ്ങള് കുറച്ച് ഡ്രസ്സ് വാങ്ങി. അടുത്ത ആഴ്ച ചന്ദ്രേട്ടന്റെ മോളുടെ കല്യാണം അല്ലേ? സുഖേട്ടനും വാങ്ങിയ ഒരു ഷർട്ടും മുണ്ടും. അത് ജോസറിന്റെ വീട്ടിലെ പണിക്ക് വെച്ചിരുന്ന പൈസയായിരുന്നു. ഓ ഒരു 10,000 രൂപയുടെ കാര്യല്ലേ? അത് മറിക്കാനാണോ ഇത്ര പാട്? ആ പിന്നെ മറക്കണ്ട, മറ്റന്നാ വാടക കൊടുക്കണം. കുറച്ച് കാശ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സുഖു, സുഖു. ആ ആ തമ്പുരാന്റെ നീരാട്ട് കഴിഞ്ഞില്ലേ? ആ ശിവേട്ടനോ? കേറിയിരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. ഇവിടെ വന്നൊന്ന് കുളിക്കുമ്പോ തല മാത്രമല്ല മനസ്സുകൂടി തണുക്കും. ഇത്രയും സൗകര്യമുള്ള വീട് ഇവിടെ നശിക്കാൻ ഇട്ടിട്ടാണോടാ 4000 രൂപ വാടകയും കൊടുത്ത് ആ വെള്ളവും വെട്ടവും ഇല്ലാതെ വീട്ടിൽ പോയി കഴിയുന്നത്? ശിവേട്ടൻ അറിയില്ലേ, മോക്ക് 3 വയസ്സുള്ളപ്പോ മഞ്ജു ഇവിടെ നിന്ന് ഇറങ്ങിയതാ. അവൾക്ക് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യത്രേ. പിന്നെ ടൗൺ ആവുമ്പോ കുട്ടികളുടെ പഠിപ്പിനും മറ്റും അതാവും നല്ലതെന്ന് ഞാനും കരുതി. ആ എന്താ നീ അനുഭവിച്ചു? നിനക്ക് നഷ്ടം ശുദ്ധവായും ശുദ്ധവെള്ളമോ? ജനിച്ചു വളർന്ന വീട് അതൊരു അഭയം തന്നെ ശിവേട്ട. എന്റെ അമ്മയുടെ അച്ഛന്റെയും ശ്വാസം നിറഞ്ഞ ഈ വീട് സങ്കടം വരുമ്പോ ഓടിയെത്താനും അമ്മയുടെ മടിയിൽ എന്ന പോലെ തലയാച്ചുറങ്ങാനും ഇതിവിടെ ഉണ്ടല്ലോ. ഓടി നടന്ന് പണി ചെയ്തിട്ടും ഒന്നിനും തികയുന്നില്ല. അവൾക്കാണെങ്കിൽ ഇതൊന്നും അറിയേ വേണ്ട. നോക്കുമ്പോ പേഴ്സിൽ കാശുണ്ടാവണം, അത്ര തന്നെ. എന്നാ ചേട്ടാ എന്റെ ഈ കഷ്ടപ്പാടൊക്കെ തീരുക? ഓ ഇതൊക്കെ ജീവിതത്തിലുള്ളതാ.
ശരിയാ, അതൊരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ ഉണ്ടല്ലോ. ദേ കണ്ടില്ലേ? ഒരു നാണയത്തിന്റെ മറുവശം പോലെ കഷ്ടപ്പാടിനും ഉണ്ടാവും മറ്റൊരു വശം. നീ ആ ബഷീർ നിന്ന് നോക്ക്. അത് വെച്ച് നോക്കുമ്പോ ആ സഖാവേ, ആ എവിടേക്കാ? ഒരു കേസുണ്ടേ, കുറച്ച് തിരക്കാ, പോയിട്ട് വരാം. എല്ലാം ശരിയാവും. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞാൽ നമ്മളൊക്കെ കഴുതകളെ കണക്കാം. ജീവിതഭാരം ചുമക്കുന്ന വെറും കഴുതകൾ. ആരാ അത്? ഞാനാ, മുരളിയാ. സുഖേട്ടാ. ആ എന്താ മുരളി ഈ നേരത്ത്? രാവിലെ മുതൽ വീട്ടിൽ കറണ്ട് ഇല്ല. ഒന്ന് വന്ന് നോക്കാമോ? ആ നോക്കാലോ. ആ. മഞ്ജു, ഞാനിപ്പോ വരാം. ആ വീടെത്തിയില്ലേ? നീ പൊയ്ക്കോ. ആ ഇതിരിക്കട്ടെ സുഖേട്ടാ. ഇതൊന്നും വേണ്ട മുരളി, അതിനുള്ള പണിയൊന്നുമില്ല. ശരിയെന്നാ. ശരിയേട്ടാ. ചേച്ചി, ആ പലിശക്കാരൻ അണ്ണാച്ചി അവിടെ എങ്ങാനും കണ്ടോ? ദേ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാ? ഉം. ആ അച്ഛാ, അമ്മ ഇവിടെ ടാങ്കില് വെള്ളം നിറപ്പിക്ക. സുഖു 5 ടാങ്ക് വെള്ളമായി. മഞ്ജു, മഞ്ജു, സുഖേട്ട ഇനി 2-3 ദിവസത്തേക്ക് വെള്ളത്തിനോടണ്ട. എത്ര ഏക്കാ? 5 ടാങ്കിനും കൂടി 6000 രൂപ തന്നാ മതി. അതും കൊടുത്തേക്ക് സുഖേട്ട. ചെറുപ്പം മുതൽ ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയതാ. ആ നീ തന്നെ എന്നോട് ഇത് പറയണം, ഒരു കച്ചവടക്കാരനെ പോലെ. വെള്ളമല്ലേ, സ്വർണ്ണമൊന്നുമല്ലല്ലോ. മുതലാവൂല സുഖു, പളുങ്ക് പോലത്തെ വെള്ളമല്ലേ. നീ നോക്ക്, കുറച്ച് ഓരണ്ടെന്നല്ലേ ഉള്ളൂ. അണ്ണാച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പോയി. കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ പറ്റുന്ന കാശ. ഓ ശരി. ടി വിയും പത്രം തുറന്ന മുഴുവൻ പീഡനം. ആരെ വിശ്വസിക്കുക? എല്ലാം ചെറുത്താന്മാരാ. സ്വാമിമാരെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. പത്രം നോക്കിയാലും ഇത് തന്നെ, പീഡനം പീഡനം. സുഖു വകർ. വീട്ടിലേക്കാണോ? അല്ലല്ല, ടൂൾസ് ഒന്നും വേണ്ട, കേറ്. ശിവ, വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരും. കാശെടുത്ത് വെച്ചേക്കണം. ഇങ്ങോട്ട് നീക്കി വെക്കേ. അതോ നീ മീശ ഒന്ന് പിരിച്ചേ. എന്താ കാര്യം? ഇരിക്കേ. നീ മുണ്ടൊന്ന് മടക്കി കുത്തിക്കേ. കുത്ത്. പോയി ആ മഞ്ഞ ടീഷർട്ട് ഇട്ട സുന്ദര കുട്ടനെ ഞാൻ വിളിക്കേ. ഇത് കളി. ഞാൻ പറഞ്ഞില്ലേ. ഹലോ, വാ. ദേ ജലീൽക്ക. ഇങ്ങോട്ട് വാടാ. ഞാൻ എന്താ വരാമേ? വാ. ജലീലിക്ക. കാശ് വാങ്ങിട്ട് മുങ്ങി നടക്കല്ലേ. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ജലീലിക്ക, ഞാനൊന്ന്. നീ ഒന്നും പറയണ്ട. പലിശ അടക്കം 2.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. മുതലും പലിശ എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. ഇക്ക നാറ്റിക്കരുത് പ്ലീസ്. ഇത് 3.5 പവനുണ്ട്. ഓഹോ. ഇത് എത്രയുണ്ടോ തെണ്ണി നോക്കി. ബാക്കി എത്രയും വേഗം ഞങ്ങൾ എത്തിക്കാം. ആൾക്കാരെ മിഠായി അല്ലടാ.
വീണ്ടും നീ എന്നെ ഇതുപോലെ വരുത്തിക്കരുത് ഇവിടെ. സുഖു കേറ. ഇത് നിനക്കിരിക്കട്ടെ. ഇതെന്താ കൊട്ടേഷൻ കൂലിയാ? അതൊന്നും അല്ലടാ, നിനക്കൊരു സഹായം. ഇരിക്കട്ടെ. നാടകാന്ത്യത്തിൽ നായകൻ വില്ലനാവോ? അതിലൊന്നും ഒരു കാര്യമല്ലടാ, നിനക്കൊരു സഹായം അത്രേ ഉള്ളൂ. നീ ചെല്ലേ. ഓ ഓടാ ചെല്ലേ. ശരി നീ പോ. ശരി. ആ സ്ക്രൂഞ്ഞ് താടാ. സുഖുവേ, ആ വർക്ക് ഏത് വരെയാടാ? പെട്ടെന്ന് തീർക്കാം, 2 ആഴ്ചക്കുള്ളിൽ. പണിയൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ടല്ലോ. കൊള്ളാം. പിന്നെ വേറൊരു വർക്കുണ്ട്. നീ ആൻഡോ ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവരൊക്കെ വലിയ ബിൽഡേഴ്സ് അല്ലേ? ആ, അതിന്റെ MD എന്റെ സുഹൃത്താ. ആളിപ്പം നാട്ടിലുണ്ട്. അവർക്ക് സബ്ബർ കെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആലോചിച്ചപ്പോ എനിക്ക് നിന്നെ ഓർമ്മ വന്നത്. അതൊക്കെ വലിയ വർക്കല്ലേ, നല്ല തുക വേണ്ടി വരും. ഞാൻ എങ്ങനെയാ? വലിയ വർക്കൊക്കെ ചെയ്യണ്ടേ സുഖു? അല്ലാതെ എന്നും ഇങ്ങനെ. അത് നല്ലൊരു വർക്കാടാ, നിനക്കത് ഗുണം ചെയ്യും. ഒരു കാര്യം ചെയ്, നീ പോയിന്ന് കാണ്. ഞാൻ വിട്ടതാണെന്ന് പറഞ്ഞാ മതി. കുറച്ച് അഡ്വാൻസ് അവര് തരും, ബാക്കി നീ കണ്ടെത്തിയാ മതി. ശരി, നിന്റെ പണി നടക്കട്ടെ. വീട്ടിൽ പോയി ആ കറണ്ട് ബില്ലെടുത്ത് അടച്ചിട്ട് വാ. കോളിഫ്ലവർ എന്താ വില? 62. ഓ, വില തരുകയും വേണം, വിഷം തിന്നുകയും വേണം. എന്നാ പിന്നെ സ്വന്തമായി ഉണ്ടാക്കി തന്നാ പോരെ. മേലനങ്ങാനും വയ്യ, നല്ലത് തിന്നുകയും വേണം. എവിടെയാ മേലനങ്ങാനൊരിടം? വയലും നികത്തി കുളവും നികത്തി, ഒരു തുള്ളി വെള്ളം കൂടിയില്ല. തമിഴ്നാടില്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ ഇതിനെല്ലാം കൂടി എത്രയായി? 365. മുരളി പോട്ടെ. എത്രയാ? സുഖുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ ഇക്ക. അത്യാവശ്യം വന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ജോസേട്ടന്റെ വീട്ടിൽ കാണാം. പിന്നെ വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞാ മതി. ശരി.
നീയോ എന്താ വിളിച്ച? சேச்சி கரண்ட் பில்லு கட்டுறதுக்கு அந்த பில் எடுத்து தர சேட்டை பறஞ்சு. ഓ ദാ. ஓ தாங்க முடியலையே. ഡാ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ചുവരി കുത്തി വരയ്ക്കരുതെന്ന്? ഡാ. ഡാ, നിക്കടാ അവിടെ. അച്ഛാ ആ ചുമര് മുഴുവൻ കുത്തി വരച്ച് വൃത്തിയേടാക്കി. നമ്മളും ചെറുപ്പത്തിൽ ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചത്. അതൊന്നും കുഴപ്പമില്ല, കുട്ടിയല്ലേ. പിള്ളേരെ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ചിരിച്ചോണം. ഓ, ഇത് വീണ്ടും വന്നോ? എന്റെ സുഖേട്ടാ, നിങ്ങളുടെ വല്ലമ്മയ്ക്ക് ഭ്രാന്താണോ അതോ സുഖുവേട്ടനോ ഇതിപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കാൻ? മറ്റുള്ളവരുടെ സന്തോഷം അല്ലേലും നിനക്ക് ഭ്രാന്തായിട്ടേ തോന്നും. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. സുഖം ഇവിടെ ഗണേശ. நான் பார்க்கல. சேட்டனை தேடி தான் நானும் வந்தேன். ദിവസവും കുടികളുടെ സമരവും ഹർത്താലും പാവങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതായി. ആ മണി സാറേ, ആ ആ ആ ഏതാണ് നീ? அது வந்து അത് വന്ന് സാറേ ഇവൻ ആ നീ ബംഗാളിയാ? ജി സർ. എന്താണ് നിന്റെ പേര്? വിമൻ. നിന്നെയൊക്കെ കണ്ട ഒരു ക്രിമിനൽ ലുക്ക് ഉണ്ടല്ലോടാ. തനിക്കറിയാമോ ഇവരെ? അറിയാം സാർ, അവനെ കട്ടകമില്ല, പാവം. അപ്പൊ യവനാ വില്ലൻ. ഡാ, നിന്റെ മുതലാളിയോട് പറയണം നാളെ നിന്റെ ID കാർഡുമായി അങ്ങ് സ്റ്റേഷനിൽ വന്നേക്കാൻ. ഒപ്പം നീയും. ജി സർ. എടാ, ജി സർ. ഡാ, നിന്നോട് കൂടിയാ പറഞ്ഞേ. ഓ. എടാ, ഓ. ആ പോയ്ക്കോ. പോടാ, പോടാ. നാട്ടിൽ വല്ല കൊള്ളയും കൊലയും നടക്കുമ്പോ അറിയാം യവന്മാരുടെയൊക്കെ തനി ശരിയാ സർ. പോണം. ആ ശരി. ശരി എന്നാ പോട്ടെ. அம்மா எங்க? അമ്മ കുളിക്കുക. அப்படியா? சேட்டா, അമ്മേ, അച്ഛൻ വന്നു. നീ എപ്പോ വന്നു? இப்பதான் வந்த சேட்டா. ஃபோன் செஞ்சப்ப கிடைக்கல. നീ വല്ലതും കഴിച്ചോ? சேச்சி தோசையும் டீயும் கொடுத்த ആ, சேட்டா. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്ക്. ആ പോകുമ്പോ ഈ സിലിണ്ടർ കൂടി എടുത്ത് അകത്ത് വെച്ചേക്ക്. ആ சரி. ആ, ദേ ഇത് വെച്ചോ. ആ ഓ. സുഖേട്ടാ, ആ മോട്ടർ ഒന്ന് നോക്കിയേ, അത് വർക്ക് ആവുന്നില്ല.
മോട്ടർ വന്നിട്ടെ. சுகுசேட்டா என்னாச்சு என்னாச்சு ஓ கடவுளே கடவுளே ஐயோ சேச்சி சேச்சி சுகுசேட்டா கடவுளே ஐயோ എന്തിട് എന്തിട് ചേട്ടാ എന്തിട് എന്താ പറ്റിയേ? എനിക്കറിയില്ല. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. സുഖോ? എന്നാ പിന്നെ നിങ്ങൾ ഇരിക്കേ, ഞാൻ പോട്ടെ. ആ ശരി ശരി. വീട്ടിൽ മോള് തനിച്ച? വല്ലാത്ത കാലാണേ. എന്താ കാണണമെന്ന് പറഞ്ഞത്? സൈറ വിളിച്ചിരുന്നു, അവളിന് തിരിച്ചു വരുന്നില്ല. അതെന്താ? അവൾക്ക് എന്നോടൊപ്പം ജീവിക്കണ്ടെന്നോ? ഞാൻ എന്താടാ ചെയ്തത്? പലിശക്കാരന്റെ വേഷം മറക്കാൻ വൈകിട്ട് 2 അടിക്കുന്നതോ? സൈറയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതങ്ങ് നിർത്തിക്കൂടെ? പഴയ ദാരിദ്ര്യകാലമൊക്കെ മറക്കാനാ ഞാൻ ഈ പലിശക്കാരന്റെ വേഷം ഇട്ടത്. വെള്ളവടിയും പലിശയ്ക്ക് കൊടുപ്പും ഇസ്ലാമിന് നിരക്കാത്തതാ. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും എന്റെ മോനെ കുറിച്ച് ഓർക്കുമ്പോ. സൈറയുടെ ബാപ്പയുമായി സംസാരിച്ചോ? സംസാരിച്ചു. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനാ? ഒഴിവായിക്കൂടെയെന്ന്. വിഷമിക്കണ്ടേക്ക, എല്ലാം ശരിയാവും. നോക്കാം. അതിനൊരു കാരണഭൂതയായി അറികതവ മനസ്സി പുനരിനീതിരവിനോട് വന്നാശുമാം കൊണ്ടുപോകും നിന്നെയും കൊന്നവൻ ഇതിൽ മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടവും ഒരു ദശാനനൻ അധികബലകരപുവികരാള കരവാളമാശു പൂപുത്രിയെ കൊല്ലുവാനെനിനാൻ അത് പൊരുതിലതി കരുണയോട് അവനുജയുമാർത്തിടിച്ചടക്കിടിനാർ ഒഴികൊഴികാദേശപവനാ വാജോ ഭവാനില്ലാവകാര്യമോരായി എല്ലാം ഇവിടെ അകത്തുണ്ടല്ലോ. അല്ലെങ്കിൽ നീ പണ്ടേ ക്ഷേത്രവിരോധിയാണല്ലോ. എന്ത് വിരോധം? ദേ ഇത് കണ്ടോ, ദൈവത്തിനല്ല പണം വേണ്ടത്. ഇങ്ങോട്ട്. ശിവേട്ടനുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. രാവിലെ സ്റ്റേഷനിൽ ചായ എടുത്താ പിന്നെ 8:30 വരെ ഇവിടെ, വൈകുന്നേരം വരെ കറക്കം. അതിനുള്ളിൽ ദേ ഇതിൽ വല്ലതും ഒപ്പിക്കണം. അതല്ലേ നമ്മുടെ വിധി. ആവുന്ന കാലത്ത് കുടുംബത്തിന് വേണ്ടി, വയ്യാതായാലോ വല്ല സർക്കാർ ആശുപത്രിയിലോ അനാഥാലയത്തിലോ. ആണുങ്ങളുടെ കാര്യം മഹാ കഷ്ടം. അപ്പൊ രാവും പകലും കുടുംബ കുട്ടികളായിട്ട് പെടാപ്പാട് പെടുന്ന പെണ്ണുങ്ങളുടെ കാര്യോ? ഇങ്ങോട്ട് വാ. പിച്ചക്കാരനും ചായക്കാരനും വിട്ടേക്ക്, അവളിങ്ങനെ. നടക്കിങ്ങോട്ട്. നീ എന്താ ഈ പുറൂർത്ത് പോന്നേ? ഒന്നുമില്ല.
ബഷീറേ, എന്നാ ഞാൻ പോട്ടെ. ഇന്ന് അമ്പലത്തിൽ തിരക്കോറോ, അടുത്ത സ്ഥലം പിടിക്കട്ടെ. ഇക്ക, ജലീൽക്ക. ആരാടാ? സുഖോ? അതെ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാ. നീ ഒരു കാര്യം ചെയ്, വൈകിട്ട് ഇറങ്ങ്, കുറച്ച് കാശ് വരാനുണ്ട്. ശരി ഇക്ക. ശരി. സുഖേ, വരുമ്പോ ഒരു കുപ്പി കൂടെ എടുത്തോളേ. ഇതിന്ന് എന്തെങ്കിലും തൊട്ട് നക്കിട്ട് കഴിക്കടാ. എന്നാ വൈകിട്ട് കാണാം. ആ ശരി ശരി. പഴയതുപോലെ ബാറുകളൊക്കെ തുറന്നിരുന്നെങ്കിൽ പുറമ്പോക്കിരുന്നുള്ള അടി നിർത്താൻ. ടൗണിലൊക്കെ തുറന്നു തുടങ്ങി കേട്ടെ. ടൗണിലൊക്കെ തുറന്നാലും നമുക്ക് പോയിരുന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. சுகுசேட்டா, എന്താ ഗണേശ? கொஞ்சம் பணம் தேவைப்படுது சார். എന്തു പറ്റി? அம்மாவுக்கு ஹார்ட் ஆபரேஷன், ஏதாவது சரி பண்ணி கொடுங்க சேட்டா. அம்மாவோட உயிர் உங்க கையில தான் இருக்கு. മഞ്ജു, ഓ എന്താ? ഞാൻ അടുക്കളയിലാ. നീ ഒന്ന് വാ, ഒരു കാര്യം ചോദിക്കാനാ. എന്താ സുഖേട്ടാ? ഇവന്റെ അമ്മയുടെ ഓപ്പറേഷനാ, നീ ഇവനെ ഒന്ന് സഹായിക്ക്. ഞാനോ? നീ ഇടാത്ത ചെയിനോ മറ്റോ ഉണ്ടാവില്ലേ? തൽക്കാലം അത് അവന് കൊടു, തിരികെ വന്നിട്ട് അവൻ എടുത്ത് തരും. കൊടുത്തേക്ക്, ഒരു ആശുപത്രിക്കാരിയല്ലേ. ഇന്നാ കൊണ്ടുപോയിക്കോ. നാം വരാം ചേട്ടാ. ലോകപ്രശസ്ത ചിത്രകാരൻ രാജാരവിവർമ്മയുടെ 111ാമത് ചരമദിനാചരണ പരിപാടികൾ കിളിമാനൂർ രാജകൊട്ടാരത്തിൽ വെച്ച് നടന്നു. വിശിഷ്ടാതിഥിയായി ബറോഡ മഹാരാജാവ് സമർജിത് സിംഗ് ഗേക്വാദ് പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ ചരമദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
ഏരൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി. പീഡനത്തിനിടെ കൊല്ലപ്പെട്ടതാകാമെന്നാണ് പോലീസ് നിഗമനം. ആളൊഴിഞ്ഞ പ്രദേശത്ത് റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാകണം പീഡനം നടന്നതെന്ന് സംശയിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളെയും സ്ഥലവാസികളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നതെന്ന് പോലീസ് അറിയിച്ചു. പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇവളിത് എവിടെ പോയി കിടക്ക? മഞ്ജു, മഞ്ജു, ശിവേട്ടാ, ശിവേട്ടാ, ശിവേട്ടാ. ആരാ? ആ സൂ, എന്താ സൂ ഈ നേരത്ത്? ശിവേട്ടാ, മോള് ഇതുവരെ വന്നില്ല. വന്നില്ലേ? ഇവിടെത്തിയല്ലോ. നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം. മോളെ കഥ അടച്ചോ, അച്ഛനിപ്പോ വരാം. കാണട്ടോളെ, അവളുടെ ഒരു കലോത്സവം. നീ നടങ്ങ്, നമുക്ക് നോക്കാം. ഇനി വല്ല കൂട്ടുകാരികളുടെ വീട്ടിലെങ്ങാനും? നമുക്കെന്തായാലും പോലീസിൽ അറിയിക്കാം. എവിടെയായിരുന്നടി ഇത്രയും നേരം? എന്താ
സുഖമായിട്ടത് അമ്മേ. ഇത്രയും നേരം എവിടെല്ലാം അന്വേഷിച്ചു അറിയോ നിനക്ക്? വന്നപ്പോഴേ എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? അവള് മുരളിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കോളും, ഒന്നും അറിയാതെ. മോള് വാ. മീനെന്താ വില? വില കുറച്ച് കൂടുതലാണ്. പിടയ്ക്കണ മീനാ. നെയ്മീന് 600 കേട്ടാ. ആഗോലി 400. ഇതാ കണവ 450. എടുക്കട്ടാ. നെയ്മീൻ എടുത്തോ. ഓ അത് ഓ മീൻകാരി പെണ്ണേ മീനൊന്ന് തായോ നക്ക് നക്ക. യവനിത് എന്തിന്റെ കേടാണ്? അവള് വില കൂടിയ മീനെ വാങ്ങിക്കൂ. നമ്മുടെ എന്താ കാശില്ലേ? അവക്ക് പൊങ്ങച്ച സുഖമായോണ്ട് കൊള്ളാം. ചേച്ചി 3 ദിവസത്തെ കാശായി. ഒരുമിച്ച് തരാം. ശരി. ഓ മുഴുവൻ കടവാ. ആ പലിശക്കാരൻ ജലീല് ദിവസവും കയറി ഇറങ്ങുന്നത് കാണാം. ആ അതെ അതെ. ഇനിയിപ്പൊ നെമ്മീൻ തിന്നാലേ ഇറങ്ങത്തുള്ളെങ്കിൽ ആ മാർക്കറ്റിൽ പോയി വാങ്ങിയാ പോരെ. പാവ സുഖു. டேய் இது எப்படி இருக்குடா? நல்லா இருக்கா? ഗണേഷ വീട്ടിൽ പോയി ചോറ് എടുത്തിട്ടോ. நான் வரேன், அப்புறம் காட்டேன். എടാ സൈക്കിൾ എടുത്തിട്ട് പോടാ. ஓ மறந்துட்டேன். ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. हाँ जी. ठीक है सर. പോട്ടെ 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 പോട്ടെ.
இப்படி 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 இப்படி. மெதுவா மெதுவா. പോ പോ പോട്ടെ പോട്ടെ പോ 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 ചവിട്ടിക്കോ 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 எப்படி இருக்க? மெது 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 மெது. அப்படிதான். അമ്മു മതി മതി സൈക്കിൾ പഠിച്ചത് കേറി പോവാത്ത ചേച്ചിക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിക്കണമാ? ഈ അമ്മയുടെ ഒരു കാര്യം നീ ആദ്യം ഇത് സുഖമായിട്ട് കൊണ്ടപ്പോടെ ഓ ഓ വാ ഇങ്ങോട്ട് വര ചേച്ചി. എടാ നീ ഇവിടെ ഉണ്ടായിരുന്നു? എവിടെയൊക്കെ തിരക്കി? ചായ വേണോ? വേണ്ട ഏട്ടാ. ഗണേശ, നാളെ നീ കുറച്ച് നേരത്തെ വരണം. ഒത്തിരി പണിയുണ്ട്. ഒരു ചായ കൂടി താസേട്ടാ, ரொம்ப പസി. കാലേ വരാ ചേട്ടാ. ആളത്ര ശരിയല്ലെന്നാ തോന്നുന്നേ. ഏയ്, അത് ശിവേട്ടന് തോന്നാ. അവനൊരു പാവോ. അല്ലേലും നിനക്കെല്ലാരോടും സാധാവാണ്. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. ജോസേട്ടന്റെ വർക്ക് കിട്ടിയതാ ഒരാശ്വാസമായത്. ആ ദൈവം ഉണ്ട് സുഖു. അത് ജോസേട്ടന്റെ രൂപത്തിൽ നിന്ന് മാത്രം. ഉണ്ടോ? ഉണ്ടെങ്കിൽ വല്ലപ്പോഴും മാത്രം എന്താ വരുന്നേ? വിരുന്ന് വരും പോലെ. കഷ്ടത എന്നും കൂടെ ഉണ്ട് താനും. അതങ്ങനെയാ സുഖു. വരേണ്ട സമയത്ത് വരും. വയറ് നിറയുമ്പോൾ ഉള്ള സുഖം വിശപ്പെന്താണെന്ന് അറിയുമ്പോഴാണല്ലോ.
മഞ്ജു, ചായ ആ ഫ്ലാസ്കിലിരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോളൂ. ചായ ഒന്നും വേണ്ട, നീ ഒന്ന് വേഗം വന്നേ. എന്തെങ്ങനെ നോക്കുന്നേ? ഇത്രയും നാൾ കാണാത്ത പോലെ. മാറങ്ങോട്ട്. ഇങ്ങനെ നോക്കല്ലേ. ഇന്നെന്താ നല്ല മൂഡിലാണല്ലോ. നീ അടുത്ത് വന്നേ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിരിക്കട്ടെ. അതിനൊന്നും അല്ല, നീ ഇങ്ങ് വാ. എന്താ ഇത്? കുറച്ച് കാശ. എവിടുന്ന് ഇത്രയും കാശ്? പുതിയൊരു വർക്ക് കിട്ടി, അതിന്റെ അഡ്വാൻസാ. എന്ത്? ശോ. டே, இன்னைக்கு பொண்ணுக்கு சைக்கிள் கத்து கொடுத்தேன். கிஸ் பண்ண கிட்ட போனா அம்மா வந்தேன். ஆனா பொண்ணோட அம்மா தான் சரியான கட்டை. ஒரு நாள் மட்டும் கிடைச்சா ஆஹா எப்படி இருக்கும். നീ നന്ദി ഇല്ലാത്തവനാ. അവരെ പറ്റി ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ പറ്റും? அவங்க உன்னோட அம்மா தங்கச்சி ஒன்றும் கிடையாது. பின்ன எதுக்கு நீங்க ரோஷம் பண்ணணும்? ഇന്നൊരു തിളക്കം ഉണ്ടല്ലോ നിന്റെ മുഖത്തിന്. സുഖേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ ഇപ്പൊ ഒരു പുതിയ കാര്യം? അത് സത്യം പറയാലോ മഞ്ജു, നിന്റെ സ്നേഹം കണ്ടാലറിയാം എന്റെ പേഴ്സ് കാലിയാവും പോകുന്നു. ഓ, എന്നാ ഒന്നുമില്ല. എന്നാലും പറയേ, എന്താ കാര്യം? എന്നാ കേട്ടോ, PSC കോച്ചിങ്ങിന് ചേരാൻ തീരുമാനിച്ചു. അതിന് മോൾക്ക് 14 വയസ്സല്ലേ ആയുള്ളൂ. PSC എഴുതാൻ പറഞ്ഞിട്ട് കഴിയണ്ടേ? മോളല്ല സുഖേട്ടാ, ഞാൻ LDCക്ക്. ഓ, ഇനി ആ മോഹം നടക്കാതിരിക്കണ്ട. എത്ര വേണ്ടി വരും? 5000 മതി. ആദ്യം 3000 അടയ്ക്കണം. ജോലി കിട്ടിയാ ലോൺ എടുക്കാൻ എളുപ്പമല്ലേ. എന്നിട്ട് വേണം സുഖേട്ടനൊരു ഇലക്ട്രിക് ഷോപ്പ് തുടങ്ങാൻ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എത്ര മനോഹരമായ ഐഡിയ. നാളെ തന്നെ ചേർന്നേക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഇതെവിടുന്നാ? ഇത് ഞാൻ വാങ്ങിയതാ. അതിനുള്ള കാശ്? അത് ഫീസ് അടയ്ക്കാനുള്ള കാശ് എടുത്ത് നീ ആരുടെയോ കയ്യിൽ സൈക്കിൾ വാങ്ങിച്ചു. അത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇത് ഞാൻ അച്ഛനോട് പറയും. എന്താ ഒരു നിശബ്ദത? എന്താ മോനെ? ഒന്നുമില്ല സുഖേട്ടാ. ഗണേശന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ, ഓപ്പറേഷൻ നടന്നു കാണും. അവനെ ഇതുവരെ കണ്ടില്ല. പണിയും കുറച്ചുണ്ടായിരുന്നു. ആ പിന്നെ ഞാനൊരു മൊബൈൽ വാങ്ങി. മൊബൈലൊന്നും ഇല്ലേ നിനക്ക്? ഓ, എനിക്കല്ല, അത് വൾക്കാ. എന്താ മതിയാക്കിയോ? ആ മതി, നിറഞ്ഞു.
കിടക്കുന്നില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ട്. എന്താ ദേഷ്യത്തിലാ? മോളുടെ കയ്യിലൊരു മൊബൈൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞതല്ലേ? എത്ര ടെൻഷൻ അടിച്ചു. ഫോൺ വാങ്ങിയതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, ദേഷ്യവും ഇല്ല. ഓരോ ദിവസവും എത്ര കഷ്ടപ്പെട്ടിട്ടാ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതെന്ന് ഓർത്താൽ നന്ന്. പെട്ടെന്ന് ഞാനും ഇല്ലാണ്ടായാൽ. അങ്ങനെയൊന്നും പറയരുത്. ദൈവമില്ലേ നമുക്ക്? ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് വണ്ടി എടുത്തില്ലേ? ഇല്ല, ഇന്ന് എടുത്തില്ല. എവിടെ പോയതാ രണ്ടാളും കൂടി? ഇവൾക്കൊരു അഡ്മിഷൻ എടുക്കാൻ പോയതാ. അഡ്മിഷനോ? ഏത് കോളേജിലാ? PSC കോച്ചിങ്ങിനാ ചേട്ടാ. ഓ, റേഷൻ കടയിൽ പോയതാ. അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയാണെ വരവേ ഇല്ല. ഇനിയിപ്പോ അതിന് ആധാർ വേണ്ടി വരും ആവോ? അതെ അതെ. ആ ശരി. എന്താ സുഖേട്ടാ, ദേ എന്തുപറ്റി? ദേ അവിടെ. சேட்டா சேட்டா ஒண்ணுமே செய்யல சேட்டா. நான் ஒண்ணுமே பண்ணல. சேட்டா சேட்டா സുഖേട്ടാ പറയാമ്മ വേണ്ട. അച്ഛാ വേണ്ട അച്ഛാ, വിട് സുഖേട്ടാ. അയ്യോ ചത്തു സുഖേട്ടാ, വിട്. മன்னிச்சிடுங்க சேட்டா. എന്റെ വീട്ടിൽ കയറി എന്റെ മോളോട് നീ കൊച്ചൂന്നായേ.
ആ ശിവേട്ടാ, ഒന്ന് ഇതുവരെ വരാമോ? ഒന്ന് കാണണമായിരുന്നു. ആ അത്യാവശ്യമുണ്ട്. ഇവിടെ KK പാറ ബസ് സ്റ്റോപ്പിലാ. ആ ആ എന്താടാ, എന്തു പറ്റി? ഡോക്ടർ പറയുന്നത് ഉടനെ ഓപ്പറേഷൻ വേണമെന്നാ. 1.5 ലക്ഷം രൂപ ചെലവ് വരും. ഡോക്ടർമാർ അതും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. നമുക്ക് ആലോചിച്ച് പരിഹാരം ഉണ്ടാക്കാം. നീ അതോർത്ത് വിഷമിക്കണ്ട. നീ വാ, ഞാൻ വീട്ടിലാക്കാം. വാ. ബിഷറേ, സൈക്കിൾ നോക്കിക്കോണേ. അയ്യോ, എന്താ എന്താ സുഖേട്ടാ? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവിട്ടൽ. അതാവും. എങ്ങനെ ചുറ്റാതിരിക്കും? ജോലി എന്ന് പറഞ്ഞാ പിന്നെ ഊണും ഉറക്കവും ഇല്ലല്ലോ. എന്നാ ശരി, ഞാനങ്ങോട്ട്. ജീവൻ പോയ ഓട്ടോയ്ക്ക് കാശ് കൊടുക്കാത്ത ആളാ. ഓട്ടോയിൽ വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാൻ വീട്ടിൽ പോയിരുന്നു. കാണഞ്ഞപ്പോ തോന്നി നീ ഇവിടെ ഉണ്ടാവുന്നു. ഓപ്പറേഷൻ കാര്യം നീ മഞ്ജുനോട് പറഞ്ഞു? ഇല്ല, ഇപ്പൊ ഇതവൾ അറിയണ്ട. എപ്പോഴായാലും അറിയേണ്ടതല്ലേ? വേണ്ട, അവൾ പേടിച്ചു പോകും. എങ്കിലും എനിക്ക് മാത്രമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കൊണ്ടുവരുന്ന ഗണേശനെ അവൻ എന്നെ ചതിച്ചു. വീട്ടിലുള്ളവരാണെങ്കിലോ അവർക്ക് എന്റെ സാഹചര്യങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും അറിയാൻ വേണ്ട. ദൈവം കൂടി. ഏയ്, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സാധാരണ. കാശുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കാം. കാശ്, അതും 1.5 ലക്ഷം രൂപ. എവിടുന്നാ ചേട്ടാ? എങ്ങനെയാ? എന്റെ അവസ്ഥ ചേട്ടനറിയാലോ. ആദ്യം നിന്റെ ഈ ഓട്ടോ നിർത്ത്. നിനക്കിപ്പം വേണ്ടത് വിശ്രമമാണ്. ആ, നീ ആ ജലീൽ നിന്ന് കാണും. അവൻ നമ്മളെ സഹായിക്കും.
ആ ഷർട്ടിങ് എടുത്തേ. ഏതാ കീറിയതോ? അത് തയ്ച്ചിട്ടില്ല. അതൊന്ന് വേഗം തയ്ക്കേ. ആ ഈ മെസ്സേജ് ഒന്ന് അയച്ചോട്ടെ. ഇത് ഇതുവരെ തച്ചില്ലേ? നിന്റെ ബേഗം പോലെയല്ല അവളും. എൻ തങ്കച്ചി സെത്ത് പോയി ரொம்ப നാളാച്ചടാ. अगर वो अभी रखता तो उसको भी. டேய், ஊர்ல இருக்கிற எல்லா பொம்பளைகளும் அம்மா தங்கச்சின்னா பின்ன யாரடா? எனக்கு வெப்பாட்டி அறிவு கெட்டவனே. நான் உயிரோட இருந்தா அவளையும் விட மாட்டேன், அவளோட அம்மாவையும் விட மாட்டேன். காட்டுறேன். எங்கடி ஓ அப்பா, உன்னை தேடிதான் நடந்தேன். எங்க வாடி? അയ്യോ എന്നെ വീട്. എന്നെ വീട്. फोटो बच्चे भैया. भैया मेरे बात सुन भैया. எங்க அவள? உடுறா. भैया मेरे पास सुन भैया. बच्चा ओ हमारा बहन है. എന്താ സുഖു,
കോംപ്ലക്സിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ജോസേട്ട, ആ വർക്ക് എനിക്ക്... ഏത് വീടിന്റെ പണിയോ? അതൊരു ചെറിയ പണിയല്ലേ. താനിപ്പം വലിയ പണിയൊക്കെ അല്ലേ ചെയ്യൂ. ചേട്ടാ അത്... ഞാനൊന്ന് ആലോചിക്കട്ടെ. മോൻ വരുന്നുണ്ടേ, എയർപോർട്ട് വരെ ഒന്ന് പോണം. ആ സുഖു, നാളെ തന്നെ വർക്ക് തുടങ്ങിക്കോ. ആ പിന്നെ പെട്ടെന്ന് തീർത്ത് തരണം. മീൻകാരിക്ക് പൈസ കൊടുക്കാനുണ്ട്. നാളെ കൊടുക്കാം. നാളെ നാളെ എന്നും ഇത് തന്നെ. ഇതൊന്ന് നിർത്തിക്കേ. ഇതിലൊരു കുറിപ്പുണ്ടായിരുന്നു, കണ്ടോ? ഞാൻ കണ്ടില്ല. പണം മാത്രമല്ലേ നീ കാണൂ? അതെ, ജീവിക്കാൻ പണം തന്നെ വേണം. അതുകൊണ്ടല്ലേ എനിക്കൊരു ജീവിതമല്ല. ആണുങ്ങളുടെ കടമയാ കുടുംബം നോക്കുന്നത്, അല്ലാതെ ഔദാര്യമൊന്നും അല്ലല്ലോ. അതിന് കഴിയാത്തൊരു കുടുംബം ഉണ്ടാക്കാൻ പോവരുത്. നിനക്ക് എന്തറിയാം എന്റെ കഷ്ടപ്പാട്? പേഴ്സ് തുറന്നു നോക്കുമ്പോ കാണണം നിറയെ കാശ്. അത് എങ്ങനെ ഉണ്ടാവുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ ഒരു ജോലിക്ക് പോട്ടേന്ന്. അപ്പൊ നിങ്ങളുടെ ദുരഭിമാനം സമ്മതിച്ചില്ല. ഇപ്പൊ ഞാനായി കുറ്റക്കാരി. നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊരു ദുരഭിമാനമാണെങ്കിൽ ആയിക്കോട്ടെ. വീട്ടിലെ പ്രശ്നങ്ങൾ പറയുമ്പോ ഒരു ഇറങ്ങിപ്പോക്ക്. ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. എന്ത് തീരുമാനം? ഹൗസ് ഓണറോടും പട്ടിക്കാരനോടും അവധി പറഞ്ഞ് ഞാൻ മടുത്തു. കൂടാതെ കരണ്ട് ബില്ല്, കേബിള് എങ്ങനെ കൊടുക്കാനാ? നിനക്ക് എപ്പോഴും പണത്തിന്റെ കണക്കേ ഉള്ളൂ പറയാൻ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്ക്. നിങ്ങൾ എന്താ ചാവാൻ പോവാണോ? മതിയായി ശിവേട്ട. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇത്രയും വലിയൊരു തുക. എല്ലാം ശരിയാവും. നമുക്ക് മുകളിൽ ആളില്ലേ? മനുഷ്യന്റെ പരിമിതികൾക്കപ്പുറമുള്ളതെല്ലാം നമ്മൾ അങ്ങനൊരു വാക്കിലൊതുക്കും. എല്ലാം പ്രതീക്ഷകളാണല്ലോ. ഞാൻ കൂട്ടിയിട്ട് കൂടുന്നില്ല. ഇനി എനിക്കറിയില്ല. നീ സമാധാനിക്കേ. ഇനി 2 നാളില്ലേ? ആ, ജലീൽ എന്ത് പറഞ്ഞു? തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് പോരല്ലോ. ഇനി എനിക്ക് ഓടാൻ വയ്യ. നീ ഇങ്ങനെ തളരാതെ. മഞ്ജുവിനെയും കുട്ടികളെയും കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് ഞാനല്ലാതെ
അങ്ങനൊന്നും ചിന്തിക്കാതെ എല്ലാ വഴികളും അടയുമ്പോഴാണല്ലോ ഈശ്വരൻ നമ്മളെ തുണയ്ക്കുക. ഇനിയും ഒരു പ്രതീക്ഷ വെക്കണോ ശിവേട്ട? വാങ്ങിച്ചോടാ, ദൈവം നന്നാണെന്ന് കരുതിയാൽ മതി. ಅದು ನಮಗಿಲ್ಲಡೆ. എന്തായി? പോയ കാര്യം നടന്നോ? നീ ഒരു ചായ ഞെടുക്ക്. കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, കേബിളിന്റെ കാശും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കണ്ട. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം സുഖേട്ടൻ അറിയില്ലേ? ആ മീൻകാരിക്ക് 1250 രൂപ കൊടുക്കാനുണ്ട്. അവള് വന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇതാണോ ഇത്ര വലിയ കാര്യം? വാങ്ങി തിന്നല്ലേ, അതും കൊടുത്താ പോരെ? അതിനിടയ്ക്ക് ഒരു കൂട്ടുകാരനെ സഹായിക്കല്. ആ ചെയിനെങ്കിലും തിരിച്ചു വാങ്ങിച്ചെങ്കിൽ അതെങ്കിലും പണയം വെക്കായിരുന്നു. നീ ഒന്ന് നിർത്ത്, എല്ലാം കൊടുക്കാം. മോളുടെ ഫീസ്, കറണ്ട് ബില്ല് എങ്ങനെ കൊടുക്കാനാ? എടി നിന്നോടല്ലേ പറഞ്ഞ നിർത്താൻ? പൈസ അവിടെ ഇരിപ്പുണ്ട്. 1.5 മാസമായില്ലേ ജോലിക്ക് വല്ലതും പോയിട്ട്? നിങ്ങളുടെ അച്ഛന് സ്ത്രീധനം കിട്ടിയ വല്ല വക ഇരിപ്പുണ്ട് അവിടെ?
ഈ സാധനം? കുറച്ച് വൈകി പോയടാ. ഞാൻ സൈറയും മക്കളെ വിളിക്കാൻ പോയി. നോക്കി വരണ്ടേടാ. എനിക്ക് സാറേ അവന്റെ കയ്യിൽ ഒരു കെട്ട് നോട്ട് സാറേ. ഇത് എവിടുന്ന് കിട്ടടാ എത്രയും പണം? സാർ അത് സുഹൃത്ത് പൈസ സാറേ ആക്സിഡന്റ് ആശുപത്രി. സത്യം പറയടാ. സാർ അതിന്റെ പണിയായതോ സാർ? ഇവിടുന്ന് കിട്ടിയടാ ഈ പണം? സാർ എന്റെ പണിയായതോ സാർ? ഞാൻ കള്ളനല്ല സാർ, ജോലി കഴിഞ്ഞു വരുന്നത് സാർ. ഇവനെ പിടിച്ച് കേട്ടാ. ഞാൻ കള്ളനല്ല സാർ. വന്ന് വണ്ടി സാർ ഒന്ന് മനസ്സിലാക്കുക സാർ. സാർ എന്റെ സുഹൃത്ത് വന്നത് സാർ, എന്റെ സുഹൃത്ത് വന്നതാ സാർ. ഞാൻ കള്ളനല്ല സാർ. സാർ ഒന്ന് മനസ്സിലാക്കുക സാർ. പറയടാ സത്യം, എവിടുന്ന് കിട്ടി നിനക്ക് ഈ പണം? സാർ ഞാൻ ഇത്രയും കിട്ടിയിട്ടും നീ പറയില്ലല്ലേ? സാർ ഞാൻ നീ പറയൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു. ഇതെവിടുന്ന് മുട്ടിച്ചതാണ്? പറയടാ. പറയില്ലല്ലേ നീ? പറയാൻ നീ സത്യം പറയില്ലല്ലേടാ?
രാവിലെ ചായ എത്തിയപ്പോഴാണ് കണ്ടത്. അപ്പോഴാണ് സഹാനെ വിളിച്ചത്. ദേ ഇപ്പൊ കള്ളനാക്കി ഇരിക്കുക. ആ മണിസാറിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടോ ഇതൊക്കെ? SI വരട്ടെ, ഞാൻ സംസാരിക്കാം. ഞാൻ കൂടി പറയാം. സാർ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാ കയറിയിട്ട് വരാം. ഇരിക്കും സഖാവേ. ഞാൻ ആ സുഖുവിന്റെ കേസുമായിട്ട് വന്നതാ. ഏത്? ആ മോഷണ കേസിലെയോ? മോഷണ കേസോ? എന്തർത്ഥത്തിലാണോ താങ്കൾ ഈ പാവത്തിനെ പിടിച്ചകത്തിട്ടത്? ഇവിടെ നീതി നിയമമൊന്നുമില്ലേ? താങ്കളെ പോലുള്ളവരാണ് ഈ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്നത്. സംശയകരമായ സാഹചര്യത്തിൽ അങ്ങനെ എന്ത് സംശയം? കാണുന്നവരെയൊക്കെ പിടിച്ചകത്തിടാൻ നോക്കിയാൽ ഇറക്കി വിടറോ? എല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് പിന്നെ കാണാം. ഒരു പെറ്റി എഴുതി കൊടുത്ത് ഇറക്കി വിട്ടേക്ക്. ഈ മാസത്തെ പെറ്റിയും തികയുണ്ടല്ലോ. യെസ് സാർ. ഡോ, തനിക്ക് പറഞ്ഞുകൂടായിരുന്നോടോ സുഖമില്ലാത്തവനാണെന്ന്? വെറുതെ മനുഷ്യനെ കൊണ്ട്. വരീടാ അകത്തോട്ടെ. എന്നാലും അവര് നിന്നെ... സാരമില്ല ശിവേട്ടാ, വിധി അത് നടന്നു. നീ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. മഴ വരുന്ന തോന്നേ, വേഗം വീട്ടിൽ പോയി നോക്കാം.
ആ